നമസ്കാരം വിശരി. ഇതൊരു ഡ്യൂക്ക് 250 എഞ്ചിനാണ്. ഈ വണ്ടി കൂളൻ്റ് സർക്കുലേഷൻ ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓവർ ഹീറ്റായിട്ട് വണ്ടി പിസ്റ്റം പിടിച്ചതുപോലെ നിന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇത് കണ്ടിരുന്നു. ഇതിക്ക് മുമ്പ് ആരും ഇതിൻ്റെ ഹെഡ് അഴിച്ചിട്ടുണ്ടായി. ഈ ഹെഡ് പാക്കിങ്ങിൻ്റെ അവിടെയും സിലിണ്ടർ പാക്കിങ്ങിൻ്റെ അവിടെയും കംപ്ലീറ്റ് നമ്മുടെ ആ ഗമ്മ് തേച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ തന്നെ നോക്കി തന്നെ അറിയാം, ഇതിൻ്റെ വാട്ടർ ജാക്കറ്റുകളൊക്കെ ഫുൾ ബ്ലോക്കായിട്ട്, ഇതിൻ്റെ റേഡിയേറ്റർ വരെ ബ്ലോക്കായിപ്പോയി. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി കൂളൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആ ബ്ലീഡ് ചെയ്യുന്ന സ്ക്രൂയിൽ കൂടി ഒന്നും വരത്തില്ലായിരുന്നു. ഈ പശ കയറി അടഞ്ഞിട്ട് റേഡിയേറ്ററൊക്കെ ബ്ലോക്കായി അങ്ങനെ കംപ്ലൈൻ്റായി വന്നൊരു വാഹനമാണ്. ഒരിക്കലും ആരും ഇതേപോലെ ഈ ഡ്യൂക്ക് പോലെ ഇതേപോലുള്ള വണ്ടികൾ അയക്കുന്ന സമയത്ത് ബോണ്ടിട്ട് ചെക്ക് ചെയ്യാതിരിക്കുക. ഏതോ ആൾ പാക്കിങ് കിട്ടാതെ വന്നപ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇതായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അത് തേച്ചതും തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നല്ല പോലെ തേച്ച് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഈ ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഓയിൽ പമ്പിങ്ങിൻ്റെ ഒക്കെ ഇത് കയറി പോകുന്നതാണ്. ഒക്കെ കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് എന്തോരം പശ തേച്ചേക്കെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ ഈ ഒരു പശ തേച്ചുകൊണ്ടിട്ട് മാത്രമാണ് ഈ വണ്ടി ഈ ഒരു രീതിയിൽ ആയി പോകേണ്ടി വന്നത്. കസ്റ്റമർക്ക് ഇനി നല്ലൊരു എമൗണ്ട് മുടക്കിക്കഴിഞ്ഞാൽ ഇത് ഇറക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അയച്ചപ്പോൾ കണ്ടതാണ്, ഇതിൻ്റെ ഷാഫ്റ്റും ഏകദേശം കുറച്ചും കൂടെ ഉള്ളൂ. കസ്റ്റമറോട് ചോദിക്കണം, കസ്റ്റമർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മാറണം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള വാഹനങ്ങൾ വരുമ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ മാക്സിമം പശ തേക്കാതെ പഴയ പാക്കിംഗ് ഇടാതെ വൺ ടൈം അഴിച്ചു കഴിഞ്ഞാൽ തന്നെ പുതിയ പാക്കിംഗ് ഇട്ട് സാധനം സെറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സാറിനാണ് എറണാകുളത്ത് നിന്നും. ഈ ഹോളൊക്കെ ഓയിൽ കയറി വരുന്ന ഹോളാണ്. അത് നേരെ ഇതൊക്കെ ഗമ്മ് കയറി അടഞ്ഞിരിക്കുമായിരുന്നു. ഞാനിപ്പം തുറന്നതാണ് ഈ പാക്കിങ് ഊരിയപ്പം. ഇതുണ്ടല്ലോ, ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ലപോലെ പശ തേച്ചാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇതിൽ കൂടെ ഒന്നും ഓയിൽ പമ്പിങ് ഇല്ലാതെ ഈ ഹോൾ നേരെ ഇതിലേക്കൂടെ വന്ന് നമ്മുടെ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടല്ലോ, ഹോൾഡർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്കൂടെ എല്ലാം കയറി ഈ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ ഈ ഗ്രൂവുകളിൽ കൂടി എല്ലാം കയറി ഈ ഇതിൻ്റെ ഈ ഓയിൽ ഇതിൽ കൂടിയാണ് പുറത്തോട്ട് വരുന്നത്, ഈ ജെറ്റിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ അതെല്ലാം ബ്ലോക്കായിട്ട് ഇവിടെയൊക്കെ ഹെഡിൻ്റെ ഇത് ഉള്ളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒക്കെ തേയ്മാനം വന്നിട്ടുണ്ട് ഹെഡിൻ്റെ ഭാഗമൊക്കെ. അതുപോലെ തന്നെ ക്യാമ്പ് ഷാഫ്റ്റും ഇവിടെയാണ് വരുന്നത്, ക്യാമ്പ് ഷാഫ്റ്റും ഒക്കെ തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഹോൾഡറായിട്ട് നമുക്ക് കിട്ടില്ല, ഈ ഹെഡ് അസംബ്ലിയോടെ കിട്ടത്തുള്ളൂ. അപ്പം ചെറിയൊരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ വണ്ടികൾ വരുമ്പോൾ മാക്സിമം ഒറിജിനൽ പാക്കിങ് തന്നെ ഇട്ട് പശയൊന്നും തേക്കാതെ ബോണ്ടൊന്നും തേക്കാതെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കി ഇട്ടുവെന്ന് മാത്രം. താങ്ക് യു. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽവൊക്കെ നല്ല ലീക്കാണ്. ഞാൻ ചെയ്യുന്ന ഇതാണ്, ഇങ്ങനെ വെച്ചിട്ട് പെട്രോൾ ഒഴിക്കും, എന്നിട്ട് കംപ്രസറിൽ നിന്നുള്ള എയർ അതിൻ്റെ കൂടെ എക്സോസ്റ്റിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. എത്രത്തോളം ലീക്ക് ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വണ്ടി ആദ്യം എൻ്റെ ഇടയ്ക്ക് വരുമ്പം കംപ്രഷൻ ഇല്ലാതെ വന്നു. ഞാൻ കംപ്രഷനൊക്കെ ആക്കി സെറ്റാക്കി കൊടുത്തതാണ്. പിന്നെയും കംപ്രഷൻ പോയി. അത് ഈ ഒരു ഓവർ ഹീറ്റായിട്ടാണ് ഇതൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇൻലെറ്റും ലീക്കാണ്. ഓക്കെ, സിലിണ്ടർ പാക്കിങ്ങിലടക്കം നല്ലപോലെ പശയാണ്. ഉണ്ടല്ലോ.